നായ്ക്കളുടെയും വന്യമൃഗങ്ങളുടെയും ആക്രമണങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് ഭീമഹർജി സമർപ്പിക്കുന്നു. ഭീമഹർജിയിലേക്കുള്ള ഒപ്പുശേഖരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലുവ സെന്റ് പീറ്റർ ആൻഡ് പോൾ ദേവാലയത്തിൽ പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് നിർവഹിച്ചു. പലരും എന്നോട് ഫോൺ ചെയ്ത് പറയുന്നു, എന്തിനാ നിങ്ങളെല്ലാം നായ്ക്കളെ കൊല്ലാനാണോ മുന്നോട്ട് വന്നിരിക്കുന്നത്? പക്ഷെ എല്ലാ ദിവസവും പത്രം എടുത്താൽ നിങ്ങൾ കേൾക്കുന്ന കൊച്ചു കുട്ടികളെ, വയസ്സായ ആൾക്കാരെയും എത്ര പേരാണ് കടിക്കുകയും. ഇവിടെ ഒരു നായ് കടിച്ചിട്ട് 4 പേര് ആശുപത്രിയിൽ പോയി. 2 ദിവസം കഴിഞ്ഞ് അറിയുന്ന അയാൾ മരിച്ചുപോയി. ചുമ്മാ പോയതാണ്, ആലുവയിലോട്ടായ സംഭവമാണ്. ഞാൻ മുനിസിപ്പൽ കൗൺസിലറെ, മുനിസിപ്പൽ ചെയർമാനൊക്കെ വിളിച്ചു പറഞ്ഞു. അവർ കുറെ നായ്ക്കളെ പിടിച്ച നായയും ചത്തുപോയി. ഈ നായ്ക്കൾ തന്നെ പലരും കടിക്കുന്നത് അവർക്ക് പിന്നെ സൂക്കേടുണ്ടായിട്ടാണ്. അത് മറ്റുള്ളവരൊക്കെ പകർക്കുകയും ചെയ്യുന്നുണ്ട്. കുട്ടികളാണെങ്കിൽ അവരെന്ത് ചെയ്യും? സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഇതൊക്കെ നമ്മുടെ ഒരു വലിയ പ്രശ്നമായിട്ടുണ്ട്. ഇതിന് ഗവൺമെന്റിന് ചെയ്യാൻ യാതൊരു കഴിവില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഒപ്പുശേഖരണ യജ്ഞം സംഘടിപ്പിച്ചത്. തായ്ക്കാട്ടുകര സെന്റ് പീറ്റർ ആൻഡ് പോൾ ഇടവക കൂട്ടായ്മ ഒന്നടങ്കം ഈ ഒപ്പുശേഖരണ യജ്ഞത്തിൽ അണിചേർന്നു. ഇത്ര അധികം കേരളത്തിൽ നായ്ക്കളുടെ കടിയിൽ കയറ്റി പത്രങ്ങളിൽ വന്നിട്ട് പോലും ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഇതുമാണ് പറയുന്നത്. നായ്ക്കളെ കൊല്ലണമെന്നല്ല പറയുന്നു. പണ്ടൊരിക്കൽ ജോസ് നായ്ക്കളെ കൊല്ലാൻ ഒരു അറ്റംപ്റ്റൊക്കെ നടത്തി, അത് പത്രത്തിൽ വന്ന് കേസൊക്കെ ആയി. പാവം ഇപ്പോഴും പല കേസുകളായിട്ട് നടക്കുകയാണ്. നമുക്ക് വേണ്ടത് ഈ നായ്ക്കളെ ഷെൽട്ടറിലാക്കുക. ഇപ്പൊ ബോംബെയില് ടാറ്റയുടെ ഫാമിലി നല്ല ഷെൽട്ടേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. വേറെ ഒരു വെസ്റ്റേൺ കൺട്രീസിൽ പോയാൽ നായ്ക്കൾ ഇങ്ങനെ ഓടി നടക്കുന്ന കാണുന്നില്ല. എന്തുകൊണ്ട് ഇത്ര 100 കണക്കിന് നായ്ക്കൾ? ഇപ്പം ഞാൻ ഇപ്പോൾ ദിവസവും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പള്ളിയിൽ. ഇപ്പൊ പോവാൻ പേടിയാണ്. നായ്ക്കളുടെ അവിടേക്ക് ഓടിയ കടന്നു വളരെ. വികാരി ഫാദർ ജെയിംസ് തൊട്ടിയിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി ആമുഖ പ്രഭാഷണം നടത്തി. ആലുവ തായ്ക്കാട്ടുകര സെന്റ് പീറ്റർ ആൻഡ് പോൾ എന്ന പള്ളി ഇടവകയില് ഒരു ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഈ ചരിത്രം എന്ന് പറയുന്നത് തെരുവുനായ വിമുക്ത കേരളം, തെരുവുനായ വിമുക്ത ഭാരതം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനായി ഞങ്ങൾ 50 ലക്ഷം പേരുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കൊടുക്കാൻ പോവുകയാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പള്ളി ഇടവകയിലെ മുഴുവൻ ആളുകളും, ഒരു ക്രിസ്ത്യൻ പള്ളി ഇടവകയിലെ മുഴുവൻ ആളുകളും ഒത്തൊരുമിച്ചുകൊണ്ട് ഈ ഒരു മഹത്തായ വിപത്തിനെതിരെ, തെരുവുനായകളെ കടികേറ്റ് മനുഷ്യരിങ്ങനെ മരണപ്പെടുമ്പോൾ അതിനെതിരെ ശബ്ദം ഉയർത്താനായിട്ട് ഒരു ഇടവകയിലെ ഒന്നടങ്കം ജനങ്ങൾ ഇപ്പോൾ ഒരുമിച്ചിരിക്കുകയാണ്. ഇതൊരു ക്രിസ്ത്യൻ മൂവ്മെന്റ് പോലെ പോവുകയാണ്. എല്ലാ പള്ളി ഇടവകകളിലും ഇതിന് ഞങ്ങളിപ്പോൾ ഒപ്പുശേഖരണം നടത്താൻ പോവുകയാണ്. ഒപ്പം തന്നെ മുസ്ലിം പള്ളികളിലും ഇതിന്റെ ഒരു ആരംഭം കുറിക്കാൻ പോവുകയാണ്. ഉടനെ ക്ഷേത്രങ്ങളിലും ഇതിന് ആരംഭം കുറിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു മതത്തിന്റെ കൂട്ടായ്മയിലുമാണ് ഞങ്ങളിപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അതിനുശേഷം ഇവിടെ ഒരു വിമോചന സമരം പോലെ മുമ്പോട്ട് പോകേണ്ടി വരുന്നു. പ്രധാനമന്ത്രി ഇതിനൊരു പരിഹാരം കാണണം, കണ്ടേ മതിയാവൂ. കണ്ടില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും അടുത്ത സമിതിക്ക് പോവുകയാണ്. കേരളമാകെ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാവുകയാണ്. ദിനംപ്രതി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വഴിയാത്രക്കാരായ സാധാരണക്കാർക്ക് തെരുവ് നായ്ക്കളുടെ കടിയേൽക്കുന്നുണ്ട്. കേരളത്തിലെ വനമേഖലകളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി ജനങ്ങളെ ആക്രമിക്കുന്നതും കൃഷി നശിപ്പിക്കുന്നതും ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ അടിയന്തര ശ്രദ്ധ പതിയണമെന്നും ജനങ്ങളുടെ സ്വൈര്യ ജീവിതം ഉറപ്പുവരുത്തണമെന്നും ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ആവശ്യപ്പെട്ടു. അതുപോലെ ഞങ്ങളൊന്നും നായ്ക്കളെ കൊല്ലണം എന്ന് പറയാനില്ല. പലരൊക്കെ എന്നെ വിളിച്ച് വഴക്ക് പറയായിരുന്നു, നിങ്ങളെന്താ നായ്ക്കളെ കൊല്ലുകയാണ്. പക്ഷെ മനുഷ്യരെ കൊല്ലുന്നതിന് എന്ത് ചെയ്യും? വന്യമൃഗങ്ങൾ തന്നെ ഇപ്പം നാട്ടിലോട്ട് കയറുകയാണ്. പക്ഷെ എൻ്റെ അഭിപ്രായം, നമ്മളെല്ലാവരും ഒന്നിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ഒരു വലിയ പ്രോജക്റ്റായിട്ട് തന്നെ എടുക്കണം.
ഇവിടെ മാത്രമല്ലായിരിക്കും പല സ്റ്റേറ്റിലും ഉണ്ടാകും ഇതൊക്കെ. പക്ഷെ ഇവിടെയാണ് ഇത് കൂടുതലായിട്ട് കേൾക്കുന്നത്, അറിയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സംരംഭത്തിന് ആരംഭം കുറിക്കുന്ന ഈ ഇടവകയ്ക്കും അച്ഛനും നിങ്ങൾക്കും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മനുഷ്യജീവന് വില കൽപ്പിച്ചുകൊണ്ട് തെരുവ് നായ്ക്കളെ ഷെൽട്ടറിൽ അടയ്ക്കണമെന്നും വന്യമൃഗങ്ങളുടെ നാട്ടിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കണമെന്നും ഫാദർ ജെയിംസ് തൊട്ടിയിൽ അഭിപ്രായപ്പെട്ടു. വാർത്ത നിങ്ങൾ കേട്ടതാണ്. ഞാനൊരു തെരുവ് പട്ടിയെ പാതാളം പള്ളിയിൽ എടുത്തു വളർത്തിയ ആളാണ് ഞാൻ. പക്ഷേ ഇത് തെരുവ് നായ്ക്കളെ നമ്മൾ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ കുറിച്ചിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മുടെ മനുഷ്യന് ആപത്താകുന്ന രീതിയിൽ മൃഗങ്ങൾ വളരരുത്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇപ്പം ഈ നമ്മൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. വന്യമൃഗങ്ങളിൽ കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മനുഷ്യർക്ക് വന്നു കഴിഞ്ഞാൽ വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള അനുവാദം കൊടുക്കുന്ന രാജ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനുഷ്യന് ആപത്താകുന്ന രീതിയിൽ വളരുന്നത് കൊണ്ടാണ് ഞാൻ ഇതിന് മുന്നിട്ടിറങ്ങുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിന് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ ആവശ്യം ഒരിക്കലും മൃഗങ്ങളെ ദ്രോഹിക്കണമെന്നോ അങ്ങനെയുള്ളൊരു സംഭവമല്ല, മറിച്ച് മനുഷ്യൻ്റെ ജീവന് മൃഗങ്ങളുടെ ജീവനേക്കാൾ വിലയുണ്ട് എന്നുള്ളൊരു കാര്യം ബോധ്യപ്പെടുത്തണം. മനുഷ്യജീവനാണ് ഏറ്റവും വിലയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യജീവൻ ആപത്താകുന്ന രീതിയിൽ ഒരിക്കലും തെരുവ് നായ്ക്കൾ ഉണ്ടാകാൻ പാടില്ല. അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തെരുവ് നായ്ക്കളെ ഒന്നെങ്കിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ അവയെ നിയന്ത്രിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തുക. അതാണ് നമ്മുടെ ലക്ഷ്യം, അതല്ലാതെ മറ്റൊന്നുമല്ല. അപ്പം അതുകൊണ്ട് ഈ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനായിട്ട്, അതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യം നമുക്ക് ഒരുപാടുണ്ട്, അവയെ നിയന്ത്രിക്കാനായിട്ട് വ്യക്തമായിട്ടുള്ള നടപടികളുമായിട്ട് സർക്കാരുകൾ മുന്നോട്ട് പോകണമെന്നുള്ള ആവശ്യവുമായിട്ടാണ് ഈ ഒരു സംഭവം ഇവിടെ നമ്മൾ നടത്തുന്നത്. വരും ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ തലങ്ങളിലെ ജനങ്ങളെ ഉൾപ്പെടുത്തി 50 ലക്ഷം പേരുടെ ഒപ്പ് സമാഹരിച്ച് ഭീമഹർജിയാക്കി പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കാനാണ് പദ്ധതിയെന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പങ്കാളികളും മറ്റു മതസ്ഥാപനങ്ങളും ഈ മഹായജ്ഞത്തിൽ പങ്കെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ജോസ് മാവേലി പറഞ്ഞു. വിമോചന സമരം തന്നെയായിരിക്കും. ആ വിമോചന സമരം ശരിക്കും കേരളം മാതൃകയാമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തെരുവ് നായ്ക്കളെ ഇവിടുന്ന് മാറ്റണം, എല്ലാത്തിനും ഷെൽട്ടറാക്കുകയോ ദയാവധം ചെയ്യുകയോ എന്ത് വേണമെങ്കിലും സർക്കാർ തീരുമാനിക്കാം. അധികാരികൾ കണ്ണു തുറക്കണം. ഇന്നിപ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആരും കണ്ണു തുറക്കുന്നില്ല. അതിന്റെ കാരണം ഇവിടെ വോട്ട് രാഷ്ട്രീയം കളിക്കുകയാണ്. വോട്ട് രാഷ്ട്രീയം എന്ന് പറയുന്നതാണ്. ഇവിടെ തെരുവ് നായ്ക്കൾ ജനങ്ങളെ കടിക്കുമ്പോൾ എല്ലാവരും ശപിക്കുന്നത് മേനകാ ഗാന്ധിയെയാണ്. മേനകാ ഗാന്ധിയാണ് തെരുവ് നായ്ക്കളുടെ അംബാസിഡർ. അങ്ങനെ വരുമ്പോൾ വോട്ട് പോകുന്നത് BJPയുടെയാണ്. അതുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസും CPM-ഉം അതുപോലെ തന്നെ മറ്റ് UDF-ഉം LDF-ഉം എല്ലാവരും സൈലന്റ് ആവുന്നത്. ഞാൻ പറയുന്നു, ഇവിടുത്തെ വിപ്ലവ പാർട്ടികളായ SFI, DYFI, KSU, യൂത്ത് കോൺഗ്രസ് അവരൊക്കെ ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളത്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരണം, അവർ ശ്രദ്ധ ചെലുത്തണം. അതല്ലെങ്കിൽ ഞങ്ങൾ മതങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് മതത്തിന്റെ ഒരു വിമോചന സമരം നടത്താൻ പോവുകയാണ്. അതൊരു വലിയൊരു മൂവ്മെന്റ് ആയിരിക്കും. ഇത് ചരിത്രം കുറിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ സെന്റ് പീറ്റർ ആൻഡ് പോൾ എന്ന ഇടവകയിലെ മുഴുവൻ ആളുകളും അതിന് ചരിത്രം കുറിക്കുന്ന ആളുകളായിട്ട് മാറാൻ പോവുകയാണ്. പള്ളി ട്രസ്റ്റിമാരായ എബി പാറയ്ക്കൽ, ജയേഷ് ജോസഫ്, പാരിഷ് കൗൺസിൽ വൈസ് ചെയർമാൻ ജോർജ് വാഴപ്പിള്ളി, വിമൻ വെൽഫെയർ പ്രസിഡന്റ് ഗ്രേസി മത്തായി, സിസ്റ്റർ എൽസ, സിസ്റ്റർ ഫ്ലോറി, സിസ്റ്റർ എഡിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പവർ ന്യൂസ് ബ്യൂറോ, ആലുവ.